ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഇവന് തീറ്റ കൊടുക്കും. ഈ സാധനമാണ് അവന് തിന്നാൻ കൊടുക്കുന്നത്. കൊഞ്ചേ ഞാൻ ഇവിടെ വരുമ്പോ വല്ലപ്പോഴൊക്കെ തിന്നാൻ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് തിന്നാൻ കൊടുക്കാൻ എനിക്ക് പേടിയാണ്. ഇതിങ്ങനെ ഇട്ടെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് വായ ഓർന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാവും. അതുകൊണ്ട് ഞാൻ എറിഞ്ഞാൻ കൊടുത്തു. ഇനി തിന്നാൻ കൊടുക്കുമ്പോ എന്റെ കൈയെങ്ങാൻ കടിക്കുമോന്ന് പേടിച്ചിട്ടാണ് ഞാൻ എറിയുന്നത്. ഇന്നലെ ഇട്ട പൂവൊന്നും വാരാൻ തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് വാരിയത്. എന്തായാലും വാരില്ലെന്ന് വെച്ച് കുറച്ചിൽ കളിക്കാന്ന് വിചാരിച്ചു. നല്ല രസം പൂവൊക്കെ എടുത്ത് എറിയേ. പിന്നെ ഞാൻ എല്ലാവരുടെ മേലേക്കും പൂ വാരി അങ്ങ് എറിഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയൽ തന്നെയായി. പക്ഷെ നല്ല രസം ഉണ്ടായിട്ട് പൂവൊക്കെ എടുത്ത് ഇങ്ങനെ വാരി എറിയേ. എത്ര കഷ്ടപ്പെട്ട പൂവൊക്കെ അരിഞ്ഞെടുത്തത്. അത് ഇടാനാന്നേലോ അതിലും വലിയ പണിയായി. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഞാനിത് വാരി എറിഞ്ഞു. പൂ എറിഞ്ഞു കളിക്കാനൊക്കെ നല്ല രസമായി. കുറച്ച് കഴിഞ്ഞപ്പോ അകത്തും പുറത്തും ഒക്കെ പൂ തന്നെയാണ്. പകുതി പൂവിന്റെ തലേ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ അടിച്ചു വാരണ്ടേന്ന് ആലോചിക്കുമ്പോഴാ തലയിലെ പൂവാന്ന് എത്ര തട്ടിയിട്ടും പോകുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് പോക്കി എടുത്തേക്ക്. അങ്ങനെ എപ്രാവശ്യത്തെ ഓണവും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള വിത്തൊക്കെ എടുത്തിട്ട് നമുക്ക് മണ്ണിലിട്ടേക്കാം. ചിലപ്പോ ഉണ്ടായാലോ. അങ്ങനെ അവസാനം പൂവൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കാൻ നിൽക്കുന്നു. അങ്ങനെ പൂവൊക്കെ കളയാൻ പോയപ്പോ ചെടീന്റെ മോള് ഒരു കിളി കൂടി വെച്ചിക്ക്. ആൾതാമസം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ തിന്നാം. ഇനി ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തോണ്ട് തിന്നുകണ്ടെങ്കിൽ ഇരിക്കാം. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. എന്നാ ശരിയെന്നാ, ബൈ ബൈ.